അപ്പോൾ രാവിലെ തന്നെ ബട്ടർ ഉണ്ടപ്പോൾ എനിക്ക് തോന്നി പനീർ ബട്ടർ മസാല ഉണ്ടാക്കിയല്ലോ എന്ന്. അപ്പോൾ നേരെ പാൻ അടുപ്പത്ത് വെച്ച് ബട്ടർ ഇട്ടു, ഓണിയൻ ഇട്ടു, ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് നല്ലോണം വഴറ്റിയിട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഒരു 10-15 അണ്ടിപ്പരിപ്പ് ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. ഇത് വഴണ്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ 1 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം. അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ നമ്മൾ 3 ടൊമാറ്റോസും ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റണം കേട്ടോ. ഇത് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആറാൻ വെക്കണം. ഇത് ആറിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇത് മുഴുവൻ അതിനകത്തിട്ട് നല്ല മഷി പോലെ അരിച്ചെടുക്കണം. അടിച്ചെടുക്കണം. അടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഉപയോഗിച്ച പാൻ ഉണ്ടല്ലോ, ആ പാനിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ട് ഈ അരച്ചെടുത്ത അരപ്പ് അതിനകത്തേക്ക് ഇടണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള പനീർ എടുത്ത് പുറത്ത് വെക്കണം. അത് വെള്ളത്തിലിട്ട് വെക്കണം, അതിൻ്റെ കല്ലുപ്പ് മാറാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ അരപ്പും കൂടി ഇട്ട മിക്സ് നല്ലോണം വേവിച്ചെടുക്കണം കേട്ടോ. അത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കോർ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കസൂരി മേത്തി അതിനകത്തേക്ക് ആഡ് ചെയ്യണം. അതുകൂടാണ്ട് ഗരം മസാല 1 സ്പൂണും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ പനീർ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് അതിനകത്തേക്ക് ഇട്ടിട്ട് നല്ലോണം